ക്രിസ്തുവിനെ കുരിശിൽ തറച്ചപ്പോൾ ഇവിടെ ഒരു കള്ളനും ഇവിടെ ഒരു കള്ളനും ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഈ വലതുവശത്തുള്ള കള്ളനൊരു സ്പെഷ്യൽ പേരുണ്ട്. എന്താ? നല്ല കള്ളൻ. അതെന്ത് പ്രയോഗമാണ്? നല്ല മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്ന പോലെയാണ് നല്ല കള്ളൻ. 3 പേരെ കുരിശിൽ തറച്ചേക്കാം. ഇപ്പുറത്തും കള്ളനുണ്ട്, ഇപ്പുറത്തും കള്ളനുണ്ട്. ഇപ്പുറത്തെ കള്ളൻ, ലെഫ്റ്റിലെ കള്ളൻ ഇങ്ങനെ ഒച്ചയെടുക്കണ്ടേ, കുറ്റം പറയുന്നു, ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വലതുവശത്തെ കള്ളൻ പറയുന്നു, ഈശോയെ ഞാനിത് ഡിസർവ് ചെയ്യുന്നതാണ് ഈ കുരിശുമരണം. എനിക്കറിയാം നീ ഇത് ഡിസർവ് ചെയ്യുന്നതല്ല. എല്ലാവരും പറയുന്നു നീ ദൈവപുത്രനാണെന്നൊക്കെ. എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഇഫ് യു ആർ ഗോഡ്, നിങ്ങൾ ദൈവമാണെങ്കിൽ ഇന്ന് അങ്ങ് സ്വർഗത്തിലായിരിക്കുമെന്ന് എനിക്കറിയാം. എന്നെയും കൂടി കൺസിഡർ ചെയ്യാൻ പറ്റൂ. എന്നെയും കൂടി, എനിക്ക് കൂടി ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിലേക്ക് ഒരു എൻട്രി കിട്ടുമോ? ക്രൈസ്റ്റ് അയാൾ വിചാരണ ചെയ്യുന്നില്ല. നീ എന്ത് തെറ്റ് ചെയ്തതിനാണ് ഈ വന്ന് കിടന്നത്? നീ മോഷ്ടിച്ച സാധനങ്ങൾ, ആ വീട്ടിലെ ആളുകളുടെ സങ്കടം, അവരെന്തോരം നഷ്ടം സഹിച്ചേണ്ട, ഇതൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് ഏറ്റു പറഞ്ഞപ്പോയി ഒറ്റ വാക്കാണ്, ഡിയർ സൺ, യു വിൽ ബി ഇൻ ഹെവൻ വിത്ത് മീ ടുനൈറ്റ്. തെറ്റ് ചെയ്ത് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങിയ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചപ്പോൾ അയാൾ പറയുന്നു, ഇറ്റ്സ് ഫൈൻ, യു വിൽ ബി ഇൻ ഹെവൻ. ഞാൻ എന്നോടൊരു ഓരോ ദൈവത്തിൽ നിന്നും ഓരോന്ന് എടുക്കാൻ പറഞ്ഞാൽ ക്രൈസ്റ്റിൽ നിന്ന് ഞാൻ എടുക്കാൻ പോവുക. ആ മനുഷ്യനെ ഡിഫെൻഡ് ചെയ്ത രീതിയാണ്.